everyone, I am Dia and welcome back to my channel. SSLC Chemistry fourth lesson ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പ്യുവർ മെറ്റലിനെ എങ്ങനെ ഓറിൽ നിന്ന് വേർതിരിക്കാം എന്നതിന്റെ ഫസ്റ്റ് പ്രോസസ്സ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ സെക്കൻഡ് പ്രോസസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറിൽ നിന്ന് മെറ്റലിനെ വെളിയിലെടുക്കുക, അതാണ് സെക്കൻഡ് പ്രോസസ്. അപ്പൊ ഈ സെക്കൻഡ് പ്രോസസ്സിൽ തന്നെ രണ്ട് പ്രോസസ് ഉണ്ട്, രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്. കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെക്കൻഡ് വൺ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്. എന്താണ് ഈ കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്സ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോസസ്സ്. ഫസ്റ്റ് പ്രോസസ്സ് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ആയിരുന്നു. സെക്കൻഡ് വൺ എക്സ്ട്രാക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ്. അതിൽ തന്നെ ടു പ്രോസസ്സ് ഉണ്ട്. എന്തിലായിരുന്നു? കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്, റിഡക്ഷൻ ഓഫ് ഓർസ് ആയിരുന്നു രണ്ട് പ്രോസസ്സ്. അപ്പം കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡിനകത്തും രണ്ട് പ്രോസസ്സ് ഉണ്ട്, കാൽസിനേഷനും റോസ്റ്റിംഗ്. കാൽസിനേഷനും റോസ്റ്റിംഗ്. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡിലും രണ്ട് പ്രോസസ്സ് ഉണ്ട്, കാൽസിനേഷനും റോസ്റ്റിംഗ്. എന്താണ് കാൽസിനേഷൻ എന്ന് ആദ്യം നോക്കാം. കാൽസിനേഷൻ is the process of heating the concentrated ore in the absence of air at a temperature below its melting point. Carbonates and hydroxides of metals decomposes to form their oxides. എന്താണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ, പല പ്രോസസ്സ്, കുറെ പ്രോസസ് ഉണ്ട്, ലീച്ചിങ്, ഹൈഡ്രോളിക് വാഷിങ്, അങ്ങനെ കുറെ പ്രോസസ്സ് നമ്മൾ പഠിച്ചു. ആ പ്രോസസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ മെറ്റലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കോൺസെൻട്രേറ്റ് ചെയ്ത മെറ്റലിനെ എന്താണ് മെൽറ്റിംഗ് പോയിന്റിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ എയറിന്റെ ആബ്സെൻസിൽ, എയർ ഇല്ലാതെ ഹീറ്റ് ചെയ്യുക, അതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. എന്താണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് മെറ്റൽസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ അവിടെ എയർ ഉണ്ടോ, എയറിന്റെ പ്രസൻസ് ഉണ്ടോ? ഇല്ല. എയറിന്റെ പ്രസൻസ് ഇല്ലാതെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കാൽസിനേഷൻ എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത മെറ്റലിനെ ഹീറ്റ് ചെയ്യുക. അവിടെ എയറിന്റെ പ്രസൻസ് ഇല്ല, എയറിന്റെ ആബ്സെൻസ് ഓഫ് എയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയറിന്റെ പ്രസൻസ് ഇല്ലാതെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽസിനേഷന്റെ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യാറ്? ഇപ്പൊ കാൽസിനേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും എന്ത് ചെയ്യും? അതിന്റെ ഓക്സൈഡ്സിനെ ഡീകമ്പോസ് ചെയ്യുന്നു. കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും അതിന്റെ ഓക്സൈഡ്സിനെ ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പൊ എന്താണ് കാൽസിനേഷൻ എന്ന് മനസ്സിലായി കാണും. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനൊക്കെ കാൽസിനേഷന്റെ ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കും, അതുകൊണ്ട് ഡെഫിനിഷൻ കാണാതെ പഠിച്ചു വെച്ചേക്കാം. പിന്നെ പ്രോസസ്സ് തന്നിട്ട് ഇത് ഏത് പ്രോസസ് ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാൽസിനേഷൻ ആണ്, ഐഡന്റിഫൈ ചെയ്യണം, അങ്ങനെയും ചോദിക്കും. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കി വെച്ചേക്കാം. അതുകൊണ്ട് ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കാം. സെക്കൻഡ് പ്രോസസ് ഇസ് റോസ്റ്റിംഗ്. സെക്കൻഡ് പ്രോസസ് ആണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് ഈ കാൽസിനേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. Roasting is the process of heating the concentrated ore in a current of air at a temperature below its melting point. When the concentrated ore is subjected to roasting, the moisture present in it is removed as vapor. Sulfide ore combines with the oxygen to form oxide. Example, Cu2S ore is converted to Cu2O by roasting. എന്താണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്? It is the process of heating concentrated ore in a current of air at a temperature below its melting point. Roasting എന്ന് പറയുന്നത് എന്താണ്? It is a process of heating concentrated ore in a current of air. അവിടെ എയർ ഉണ്ട്. നമ്മൾ കാൽസിനേഷനിൽ എയർ ഇല്ലെന്നായിരുന്നു പഠിച്ചത്. പക്ഷെ റോസ്റ്റിംഗിൽ അവിടെ എയർ ഉണ്ട്. In a current of air.
air at the temperature below its melting point. മെൽറ്റിംഗ് പോയിന്റ് താഴെയുള്ള ടെമ്പറേച്ചറിൽ എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. When the concentrated ore is subjected to roasting, the moisture present in it is removed as vapor. അപ്പോൾ നമ്മൾ ഈ ഓറിനെ റോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള മോയ്സ്ചർ എല്ലാം എന്ത് സംഭവിക്കും? റിമൂവ് ആയി പോകും. നമുക്കറിയാം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മോയ്സ്ചർ വേപ്പറൈസ് ആയി പോകത്തില്ലേ, അതുപോലെ ഇവിടെ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള മോയ്സ്ചർ എല്ലാം റിമൂവ് ആയി പോകും. അപ്പൊ ഈ റോസ്റ്റിംഗിന്റെ കേസിൽ സൾഫൈഡ് ഓർസ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റോസ്റ്റിംഗിന്റെ കേസിൽ സൾഫൈഡ് ഓർസ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ CuS2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ റോസ്റ്റിംഗിന് വിധേയമാക്കുന്നെങ്കിൽ അത് എന്തായിട്ട് മാറും? റോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് CuO2 ആയിട്ട് മാറും. സൾഫൈഡ് ഓർ ഓക്സൈഡ് ഓർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ റോസ്റ്റിംഗ് എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ വിത്ത് എ കറന്റ് ഓഫ് എയർ ഇൻ എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. In this process, all the moisture is removed. Here, sulfide ore is converted into oxide ores. അതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാൽസിനേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഓൾസോ എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. അത് ഓർത്ത് വെക്കുക, അവിടെ എയർ ഇല്ല. അപ്പൊ എയറിന്റെ ആബ്സെൻസിൽ ചെയ്യുന്ന പ്രോസസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ എഴുതാം? നിങ്ങൾക്ക് കാൽസിനേഷൻ എന്ന് എഴുതാം. ഇൻ എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അവിടെ എന്തൊക്കെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? കാർബണേറ്റ്സും ഹൈഡ്രോക്സൈഡ്സും ഡീകമ്പോസ് ചെയ്യുന്നു. ഇവിടെ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് എയർ ഉണ്ട്, വിത്ത് എ കറന്റ് ഓഫ് എയർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. മോയ്സ്ചർ എല്ലാം റിമൂവ് ആവുന്നു. അതുപോലെ തന്നെ അവിടെ സൾഫൈഡ് ഓർസ് ഓക്സൈഡ് ഓറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് പ്രോസസ്സും നന്നായിട്ട് മനസ്സിലായി കാണും. അപ്പൊ ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിലെ കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡിലെ രണ്ട് പ്രോസസ്സ്. റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ്, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡിൽ നമ്മൾ രണ്ട് പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞു. എന്തെല്ലായിരുന്നു? കാൽസിനേഷനും റോസ്റ്റിംഗും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ആണ്. അപ്പൊ നമ്മൾ മറ്റേത് പഠിച്ച പോലെ അത്ര പ്രോസസ് ഒന്നും ഇതിലില്ല, ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് എളുപ്പമാണ്. റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ദ ഓക്സൈഡ് ഈസ് റിഡക്ഷൻ. എന്താണ് ഈ റിഡക്ഷൻ എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ് ഈസ് കോൾഡ് റിഡക്ഷൻ. ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ വേർതിരിച്ചെടുക്കുക, അതിനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്സൈഡിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുക, അതാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയടിക്ക് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ടൊന്നും പറ്റത്തില്ല. എന്താണ് അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റിനെ യൂസ് ചെയ്താണ് അവിടെ എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. വാട്ട് ഈസ് റിഡക്ഷൻ? ദ പ്രോസസ് ഓഫ് extraction of metals from its ore is known as reduction. Suitable reducing agents are used for this process. ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റിനെ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ നമ്മൾ എക്സ്ട്രാക്ഷൻ നടത്തുന്നത്. ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ദി പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, മെറ്റൽസിന്റെ പ്രൊഡക്ഷന്റെ കേസിൽ നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യാറ്? ഇലക്ട്രിസിറ്റി, carbon monoxide, etc. are used as reducing agent on the basis of the reactivity of metal. മെറ്റലിന്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ് ഇവയെല്ലാം റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെറ്റലിന്റെ ആ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് റെഡ്യൂസിങ് ഏജന്റിനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഏതെല്ലാം എക്സാമ്പിൾസ്? ഇലക്ട്രിസിറ്റി, കാർബൺ മോണോക്സൈഡ് ഇവയെല്ലാം റെഡ്യൂസിങ് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ്. മെറ്റൽ എത്തരത്തിലുള്ള മെറ്റലാണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും റെഡ്യൂസിങ് ഏജന്റിനെ നമ്മൾ തീരുമാനിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ടു എക്സ്ട്രാക്ട് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ഫ്രം ദെയർ ഓർസ്. നമ്മൾ ഇലക്ട്രിസിറ്റിനെയാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോഡിയം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഏത് റെഡ്യൂസിങ് ഏജന്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ആണ്. അതുപോലെ തന്നെ പൊട്ടാസ്യവും കാൽസ്യവും എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിനെയാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് എന്ന് പറയുന്ന പ്രോസസ്. എന്താണ് റിഡക്ഷൻ? ദി പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ ഇസ് നോൺ ആസ് റിഡക്ഷൻ. Suitable reducing agents are used for
for the extraction of these metals, electricity is used for the extraction of highly reactive metals such as sodium, potassium and calcium from their ores. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുന്ന സെക്കൻഡ് പ്രോസസ്സ്, മെറ്റലിനെ പ്യുവർ മെറ്റലാക്കി മാറ്റുന്ന സെക്കൻഡ് പ്രോസസ് ആണ് പഠിച്ചത്. ആ പ്രോസസ്സിൽ നമ്മൾ രണ്ട് പ്രോസസ് ഉണ്ടെന്ന് പഠിച്ചു. എന്തെല്ലാമായിരുന്നു? യെസ്, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്സ്, പിന്നെ ഈ റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് എന്ന് പറയുന്ന പ്രോസസ്സ്. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു ഓക്സൈഡ്സിലും രണ്ട് പ്രോസസ്സ് പഠിച്ചു. കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എയറിന്റെ ആബ്സെൻസിൽ മെൽറ്റിംഗ് പോയിന്റ് ബിലോ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ വിത്ത് എ കറണ്ട് ഓഫ് എയറിൽ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് താഴെയുള്ള ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. അവിടെ സൾഫൈഡ് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ പഠിച്ചത് റിഡക്ഷൻ ഓഫ് ദി ഓക്സൈഡ് ആണ്. ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് യൂസ് ചെയ്താണ് റിഡക്ഷൻ നടത്തുന്നത്. ഇലക്ട്രിസിറ്റി ആണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഇതുപോലുള്ള മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ഡെഫിനിഷൻ മാത്രമേ അങ്ങനെ പഠിക്കാനായിട്ടുള്ളൂ. ഒരുപാട് ഇക്വേഷൻസോ പ്രോബ്ലംസോ അങ്ങനെ ഒന്നും ഇതിനകത്ത് സോൾവ് ചെയ്യാനായിട്ടില്ല. അപ്പം എല്ലാവരും ഡെഫിനിഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടന്റെ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ സജഷൻസോ ഡൗട്ടോ ഒക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്യുവർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൽ കെമിസ്ട്രി ക്ലാസ്സസിനോടൊപ്പം തന്നെ ഫിസിക്സ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഒരു ക്രിയേറ്റീവ് കോർണർ ഉണ്ട്. ക്രാഫ്റ്റ് വീഡിയോസും മേക്ക് ഓവർ വീഡിയോസും DIY വീഡിയോസും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ കോർണറിലൂടെ ലഭിക്കാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ മുകളിൽ കാർട്ടിലോ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മറ്റൊരു പാർട്ടുമായിട്ട് വരും ദിവസങ്ങളിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.